إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മെ കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമോ പരസ്യമോ ആവട്ടെ, അതെല്ലാം നിരീക്ഷിക്കുന്ന, അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാവുക? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട നാമമാണ് അർ-റഖീബ്. എല്ലാ കാര്യത്തെയും നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഈ കാര്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ എപ്പോഴും അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. എല്ലാ കാര്യത്തിന്റെയും മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷകനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല മറ്റൊരായത്തിൽ ചോദിച്ചു, അലം യഅലം ബിഅന്ന അല്ലാഹ യറാ. അവൻ അറിയില്ലേ അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന്? അവൻ അറിയില്ലേ അവന്റെ രഹസ്യവും പരസ്യവും ഒരു വ്യത്യാസമില്ലാതെ ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ളത്? സഹോദരങ്ങളെ, നാം വളരെയധികം ചിന്തിക്കേണ്ട, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സ്ത്രീയാവട്ടെ പുരുഷരാവട്ടെ, അവരുടെ വീടിനകത്താണെങ്കിലും അവരൊറ്റക്കാണെങ്കിലും അവരേതൊരു സ്വകാര്യതയിലും ഹറാമുകളിൽ മുഴുകാനുള്ള എല്ലാ സൗകര്യവുമുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇബാദത്തിന്റെ ഒരു മഖാമാണ് മുറാഖബത്തുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം എല്ലാ അവസ്ഥയിലും ഉണ്ടാവുക എന്നുള്ളത്. സഹോദരങ്ങളെ, ആളുകളുടെ മുമ്പിൽ മാന്യനായി ജീവിക്കുമ്പോഴും ആളുകളുടെ മുമ്പിൽ എല്ലാം നല്ല രീതിയിൽ നാം പ്രകടിപ്പിക്കുമ്പോഴും നമ്മുടെ രഹസ്യ ജീവിതത്തിലെ കർമ്മങ്ങൾ, നമ്മുടെ രഹസ്യ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഖൽബിന്റെ ഉദ്ദേശങ്ങൾ ഇതെല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല നാളെ വിചാരണ ചെയ്യുന്നതുമാണ്. ഒരു ഹദീസ് നാം വളരെയധികം ഭയപ്പെടേണ്ട, നാം ചിന്തിക്കേണ്ട, ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് തൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമഹ ബിഹസനാതി അംസാലി ജിബാലി തിഹാമ ബീദൻ. നാളെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടരെ എനിക്കറിയാം. അവർ നാളെ വരുന്നത് നന്മകൾ കൊണ്ടായിരിക്കും. ചെറിയ ചെറിയ നന്മകളല്ല, തിഹാമ പർവ്വതത്തോളം വരുന്ന മഹത്തായ നന്മകളുമായിട്ടാണ് അവർ വരിക. അത് വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയജ്അലുഹു അല്ലാഹു അസ്സ വജൽ ഹബാഅൻ മൻസൂറ. അല്ലാഹു തആല ആ കർമ്മങ്ങളെല്ലാം ചിന്നിച്ചെറിയ ധൂളികളാക്കി ഒന്നുമല്ലാതാക്കി മാറ്റിക്കളയും. അത് അല്ലാഹു തആല നിഷ്ഫലമാക്കി കളയുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തൗബാൻ റളിയല്ലാഹു അൻഹു ഭയപ്പാടോടുകൂടി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂലേ, അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു തരണം, അവരേത് കൂട്ടക്കാരാണെന്ന് പറഞ്ഞു തരണം. അറിവില്ലാതെ ഞങ്ങൾ ആ വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് റസൂലേ
എന്താണ് അവരുടെ വിശേഷണം എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും, അവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്, നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈൽ കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുന്നുവോ, ഇബാദത്തുകളായിക്കൊണ്ടെല്ലാം നേടിയെടുക്കുന്നുവോ, അതുപോലെയെല്ലാം ചെയ്യുന്നവരുമാണ് അവർ. എന്നിട്ട് പറഞ്ഞു, എന്താണ് അവരുടെ പ്രശ്നം? വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹകൂഹാ, പക്ഷേ അവർ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായിട്ട് അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേണ്ട ഒരു മഹത്വവും നൽകാതെ, ചെയ്യുന്ന ആ തെറ്റിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ അവരും ആ പാപവും ഒറ്റക്കായി കഴിഞ്ഞാൽ ആ നിലക്ക് അവർ ആ പാപത്തിൽ മുഴുകുന്ന ആളുകളായിരിക്കും, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ പിച്ച് ചീന്തുന്ന ആളുകളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ സഹോദരങ്ങളെ, രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ, അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ ബാഹ്യമായ സൽക്കർമ്മങ്ങളെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേണ്ട ഗാംഭീര്യം നൽകാതെ, അള്ളാഹുവിനെ വില കുറച്ച് കണ്ടുകൊണ്ട്, പാപങ്ങളിൽ തുടർച്ചയായി മുഴുകിക്കൊണ്ട്, അതിനോടൊരു കുറ്റബോധവുമില്ലാതെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നാം മുഴുകിപ്പോവുകയാണെങ്കിൽ അതിന്റെ അനന്തര ഫലം വളരെ വലുതാണ്. സഹോദരങ്ങളെ, ഗൗരവത്തിൽ നാം ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ അതാ പിശാച് പല ആളുകളുടെയും രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ അലങ്കാരമാക്കി തോന്നിപ്പിക്കുന്നു. അവർ മറ്റുള്ളവർ അറിയുന്നില്ലല്ലോ എന്നുള്ളതിൽ അതിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. അത് അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നുമില്ല. ഇമാം അൽ ഖഹ്താനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയ എന്ന കവിതയിൽ പറഞ്ഞ ചില വാക്കുകൾ കാണാം. ഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമഹ്, നീ ഏതെങ്കിലും ഇരുട്ടിൽ സംശയാസ്പദമായ അല്ലെങ്കിൽ പാപത്തിനുള്ള അവസരത്തിൽ നീ ഒറ്റക്കായി കഴിഞ്ഞാൽ, വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാൻ, നിന്റെ മനസ്സ് ക്ഷണിക്കുകയാണ് അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കാൻ വേണ്ടി നിന്റെ മനസ്സ് പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ, ഫസ്തഹി മിൻ നദരിൽ ഇലാഹി വഖുൽ ലഹാ, ഇലാഹായ റബ്ബിന്റെ നോട്ടത്തെ നീ ലജ്ജിക്കുക. എന്നിട്ട് നിന്റെ മനസ്സിനോട് നീ പറയുക, ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ ആരാണോ, ഈ ഇരുട്ടിനെ ഒരുക്കിയവൻ ആരാണോ, അവൻ എന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ രഹസ്യ ജീവിതം അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവസ്ഥയിൽ നാം മാറ്റേണ്ടതുണ്ട്. മറ്റൊരാളും കാണുന്നില്ലാത്ത, മറ്റൊരാളും അറിഞ്ഞിട്ടില്ലാത്ത ആ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ആക്കേണ്ടതുണ്ട്. നോക്കൂ, ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം കാണാം. വലഖിയ റജുലുൻ അറാബിയതൻ ഫഅറാദഹ അലാ നഫ്സിഹാ, ഒരിക്കൽ ഒരു വ്യക്തി ഒരു അറാബിയായ ഒരു പെണ്ണിനെ കാണുകയുണ്ടായി. അവളോട് ആഗ്രഹം ജനിച്ച് അവളിലേക്ക് അടുത്തു. ഫഅബത്, ആ ഹറാമ് ചെയ്യാൻ അവൾ സമ്മതിച്ചില്ല. അവൾ അവനോട് ചോദിച്ചു, വഖാലത്ത് ഐ സഖലത്ക ഉമ്മുക അമാലക് ജാജിറു മിൻ കറം, നിനക്ക് ഇതിൽ നിന്ന് തടയാൻ ഒരു മാന്യത നിനക്കുണ്ടായിരുന്നില്ലേ? നിനക്ക് ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ നിന്റെ മാന്യത നിന്നെ തടഞ്ഞില്ലേ? അമാലക നാഹിൻ മിൻ ദീനിൻ, നിന്റെ ദീന് നിന്നെ ഇതിനെ തടഞ്ഞില്ലേ? ദീനി ബോധം നിന്നെ ഇതിന് തടഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി തിരിച്ചു പറഞ്ഞു, വല്ലാഹ് ലാ യറാന ഇല്ലൽ കവാകിബ്, നക്ഷത്രമല്ലാതെ ഒരാളും നമ്മെ കാണില്ല, നക്ഷത്രങ്ങളല്ലാതെ ഒരു മനുഷ്യരും നമ്മെ ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. ഒരാളും കാണുന്നില്ല, ഒരാളും ഇല്ല എന്ന നിലക്ക് പറഞ്ഞതാണ്. ആ സ്ത്രീ തിരിച്ച് ആ വ്യക്തിയോട് തിരിച്ചു ചോദിച്ചു, ബി അബി അൻത് വ ഐന മുകൗകിബുഹാ, എവിടെയാണ് ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ? എവിടെ പോയി ആ നക്ഷത്രങ്ങളെ ഈ പ്രകാശിപ്പിച്ചവൻ? എവിടെ പോയി? അതേ സഹോദരങ്ങളെ, നാം ഒറ്റക്കാകുമ്പോൾ എവിടെ പോയി അള്ളാഹുവിനുള്ള സ്ഥാനം? നാം നമ്മുടെ നാട്ടിലല്ലാതെ വേറൊരു നാട്ടിലാകുമ്പോൾ എവിടെ പോയി അള്ളാഹുവിന്റെ സ്ഥാനം? അല്ലെങ്കിൽ ആരും അറിയില്ല എന്നുള്ള അവസ്ഥയിലായപ്പോൾ എവിടെയായി അള്ളാഹുവിന്റെ സ്ഥാനം? നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ യുവാക്കളാവട്ടെ, മധ്യവയസ്കരാവട്ടെ, അതിൽ വേറിയവരാവട്ടെ, എല്ലാവരും അവരുടെ നഫ്സിനെ ഇതുപോലെയുള്ള പാപങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്താൻ, സ്വന്തം രഹസ്യ ജീവിതം നന്നാക്കാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക പോലെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. നോക്കൂ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൽ രക്ഷ തേടിക്കൊണ്ട്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, പാപം ചെയ്തവന്റെ അനന്തരഫലം ഏറ്റവും മോശമായിരിക്കുമെന്നുള്ള സ്വന്തത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല പാപത്തിനുള്ള അവസരത്തിൽ പിടിച്ചിരുന്നത് അള്ളാഹു തആല പറഞ്ഞു, വറാവദത്ഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി, അതാ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഏതൊരാളുടെ വീട്ടിലായിരുന്നോ അവളത് അവനെ വശീകരിക്കാൻ ശ്രമിച്ചു. വഗല്ലഖത്തിൽ അബ്വാബ്, കവാടങ്ങളെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ട്, വഖാലത് ഹൈതലക്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട്, യുവാവായ അവിവാഹിതനായ അടിമയായി വീട്ടിൽ നിൽക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുരുഷനായിട്ടുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആ സ്ത്രീ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്. ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മആദല്ലാഹ്, അല്ലാഹുവിന് രക്ഷ.
ഞാൻ അല്ലാഹുവിൽ രക്ഷ തേടുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വാഹ്, എന്റെ യജമാനനിതാ ഏറ്റവും നല്ല താമസ സൗകര്യമാണ് എനിക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വന്തം റബ്ബായിട്ടുള്ള അല്ലാഹുവിനെയല്ല, തന്റെ യജമാനെ പറ്റിയാണ് അവിടെ പറഞ്ഞത്. സഹോദരങ്ങൾ, ആലോചിച്ചു നോക്കൂ. ആ യജമാനോടുള്ള നന്ദികേടാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ യഥാർത്ഥ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോടുള്ള എത്ര വലിയ നന്ദികേടാണത്. എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ, അക്രമികൾ, തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവർ, പാപികൾ, അവരുടെ അവസാനം അവർ വിജയിക്കുകയില്ല എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അതേ സഹോദരങ്ങളെ, ഈ നിലയ്ക്ക് പാപത്തിലേക്കുള്ള എല്ലാ നിലക്കുമുള്ള ക്ഷണമുണ്ടായിരുന്നിട്ടും പിടിച്ചു നിന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക ഈ ഒരു കാലഘട്ടത്തിൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു ബൈത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ മാ ഖലൗത അദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ, ഏതെങ്കിലും ഒരു സമയത്ത് നീ ഒറ്റക്കായി കഴിഞ്ഞാൽ, ഒരാളും നിന്നെ കാണുന്നില്ല, അറിയുന്നില്ല എന്ന അവസ്ഥയിൽ ഒറ്റക്കായി കഴിഞ്ഞാൽ നീ പറഞ്ഞു പോകരുത് ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു, ഞാനിതാ ഒറ്റക്കായി എന്ന് നീ പറയരുത്. നീ പറയണം എന്റെ മേലെ നിരീക്ഷകനായിട്ട് ഒരാളുണ്ട്, എന്നെ കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനുമായിട്ട് റഖീബായ അല്ലാഹു ഉണ്ട് എന്ന് നീ പറയണം. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫുലു സഅതൻ, നീ വിചാരിച്ചു പോകരുത് ഒരു കുറഞ്ഞ നിമിഷമെങ്കിലും അല്ലാഹു അശ്രദ്ധയിലാകുമെന്ന്. വലാ അന്നമാ തഖ്ഫീഹി അൻഹു യഗീബു, നീ എന്ത് മറച്ചു വെച്ചാലും അല്ലാഹുവിൽ നിന്ന് മറഞ്ഞു പോകുമെന്നും നീ വിചാരിച്ചു പോകരുത്. അല്ലാഹു അത് അറിയുമെന്നുള്ള ബോധം നിനക്കുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങൾ കണ്ടുവോ, ജനങ്ങൾ അറിഞ്ഞുവോ, നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ഭാര്യ അറിഞ്ഞുവോ, ഭർത്താവ് അറിഞ്ഞുവോ എന്നുള്ളതല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല, റഖീബായ അല്ലാഹു തആല കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. അല്ലാഹു തആല പറഞ്ഞില്ലേ, യസ്തഗ്ഫൂന മിനന്നാസ് വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാം, അല്ലാഹുവിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് തഖുല്ലാഹ്. സഹോദരങ്ങളെ, രഹസ്യ ജീവിതത്തിൽ ആരും കാണാതെയും അറിയാതെയും നാം ചെയ്യുന്ന പാപങ്ങൾ, അതിന്റെ മേലെ നമ്മെ വിചാരണ ചെയ്യുമ്പോൾ, അതിന്റെ മേലെ ശിക്ഷിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കണ്ടു അറിഞ്ഞു എന്നുള്ളതിൽ മാത്രമല്ല, വ്യക്തമായ ഹുജ്ജത്ത് സ്ഥാപിച്ചുകൊണ്ട്, വ്യക്തമായ സാക്ഷികളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളുടെ മേലെ വിചാരണ ചെയ്യുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുക. അങ്ങനെ രഹസ്യ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ പറ്റിക്കാമെന്ന് കരുതിക്കൊണ്ട് ജീവിച്ചു കൂട്ടിയ ആളുകൾ, നരകാവകാശികളായി തീരുന്ന ആളുകൾ, അവരെ നാളെ വിചാരണ സമയത്ത് അവർക്കെതിരെ സാക്ഷി പറയുന്നവർ ആരൊക്കെയാണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹത്താ ഇദാ മാ ജാഊഹ, അങ്ങനെ അവർ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ, ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും, അവർക്ക് സാക്ഷിയായിക്കൊണ്ട്, അവർ ചെയ്ത തെമ്മാടിത്തരങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട്, അവർ കേട്ട ഹറാമുകൾക്ക് സാക്ഷിയായിക്കൊണ്ട് അവരുടെ കാത് വിളിച്ചു പറയും, അവർ കണ്ട ഹറാമുകൾക്ക് സാക്ഷിയായിക്കൊണ്ട് അവരുടെ കണ്ണ് വിളിച്ചു പറയും, അവർ ചെയ്ത തെറ്റുകൾക്ക് സാക്ഷിയായിക്കൊണ്ട് അവരെ തൊലി വിളിച്ചു പറയും ഞങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അവരുടെ കണ്ണും കാതും ശരീരവും അവയവങ്ങളും തന്നെ വിളിച്ചു പറയുന്ന അവസ്ഥ നാളെ പരലോകത്തുണ്ടാകും. അങ്ങനെ സ്വന്തം അവയവങ്ങൾ അത് വിളിച്ചു പറഞ്ഞു കാണുമ്പോൾ, ആരും കാണാതെ രഹസ്യത്തിൽ ചെയ്ത തിന്മകൾക്ക് സാക്ഷികളായി തീരുമ്പോൾ ആ ആളുകൾ പറയും, വഖാലു, അവർ പറയും, അവർ അവയവങ്ങളോട് പറയും, വഖാലു ലിജുലൂദിഹിം, അവരുടെ തൊലികളോട് അവർ പറയും, ലിമ ശഹിദ്തും അലൈന, എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ മേലെ ഈ സാക്ഷ്യം വഹിക്കുന്നത്, എന്തിനാണ് ഈ സാക്ഷ്യം വഹിക്കുന്നത്? ഖാലു, അപ്പൊ അവയവങ്ങൾ പറയുന്ന മറുപടി എന്താണെന്നറിയുമോ? അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച അല്ലാഹു തആല ഇതാ ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ആദ്യത്തിൽ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. എന്നിട്ട് അല്ലാഹു അവരോട് പറയുന്ന മറുപടി, വമാ കുൻതും തസ്തതിറൂന അയ്യശ്ഹദ അലൈക്കും സംഉകും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നിങ്ങൾ ഒളിഞ്ഞിരുന്നില്ലല്ലോ, നിങ്ങളുടെ ഈ തൊലിയും കണ്ണും കാതുമെല്ലാം സാക്ഷ്യം വഹിക്കുമെന്നുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾ മറ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ, നിങ്ങൾ മറ സ്വീകരിച്ചില്ലല്ലോ. വലാകിൻ, പക്ഷേ, വനൻതും അന്നല്ലാഹ ലാ യഅലം കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ കരുതിപ്പോയി
അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ അള്ളാഹു അറിയില്ല എന്ന് നിങ്ങൾ കരുതിപ്പോയി എന്ന് അള്ളാഹു തആല മറുപടി പറയും. അതേ സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വെച്ചവനല്ലാതെ, അള്ളാഹു തആല റഖീബാണെന്ന് മനസ്സിലാക്കാതെ, അതിന്റെ ഗാംഭീര്യം നൽകാതെ അങ്ങനെ ജീവിക്കുന്നവനല്ലാതെ, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ അവമതിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നതിൽ കുറ്റബോധമില്ലാതെ ആ പാപങ്ങളിൽ മുഴുകിക്കൊണ്ട് തുടർന്ന് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും സ്വന്തം നഫ്സിനെ തഅദീബ് നടത്തി പരിശീലിപ്പിച്ച് ആ പാപങ്ങളിൽ രഹസ്യ ജീവിതത്തിൽ സൂക്ഷിക്കാൻ, അതിന്റെ സാഹചര്യങ്ങൾ മാറി നിന്ന് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു റഖീബാണ്. അള്ളാഹുവിന് നാം തെളിയിച്ചു കൊടുക്കേണ്ട ഇബാദത്താണ് മുറാഖബത്തുല്ലാഹ്. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ, നമ്മുടെ ദുർബലത കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു തആല പുറത്തു നൽകുമാറാകട്ടെ.